നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാച്ചാണ് എല്ലാം നേടിത്തന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, വിശേഷിപ്പിക്കുന്നവരുണ്ട്, വിലയിരുത്തുന്നവരുണ്ട്. എന്നാൽ അതൊന്നുമില്ല, ഹെൻറിക് ക്ലാസനെ പറഞ്ഞു വിട്ടില്ലേ, അവിടെയാണ് കളി തിരിഞ്ഞത് എന്നുള്ള വിലയിരുത്തലുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നോ രണ്ടോ ഇൻസിഡന്റുകൾ മാത്രമല്ല, 5 ഓവറുകളിൽ 30 റൺസ് മതി, റണ്ണേ ബോൾ മതി, സൗത്ത് ആഫ്രിക്കയ്ക്ക് 6 വിക്കറ്റുകൾ കയ്യിലിരിക്കുന്നു എന്ന ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ അവസാന ഓവറുകൾ പന്തെറിഞ്ഞ ഇന്ത്യയുടെ ഓരോ ബൗളറും ഈ വിജയം പിടിച്ചു വാങ്ങിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞില്ല. തുടക്കത്തിൽ 3 വിക്കറ്റുകൾ വീഴുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ രോഹിത് പോയി, ഋഷഭ് പന്ത് ഡെക്കായി, സൂര്യകുമാർ മടങ്ങി. ആ ഘട്ടത്തിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ പോലെ ബാറ്റ് വീശിയ അക്സറിന്റെ പ്രകടനത്തിന് കൊടുക്കണം 100-ൽ 100 മാർക്ക്. അദ്ദേഹമാണ് ഈ സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത്. അദ്ദേഹത്തിന്റെ പ്രകടനമാണ് നിർണായകമായത് എന്നും വിലയിരുത്താം. അങ്ങനെയല്ല, ഇന്ത്യയുടെ വിക്കറ്റുകൾ ഒരു ഭാഗത്ത് വീഴുമ്പോൾ തുടക്കത്തിൽ വീണ ആ ഒരു ബ്ലോ അത് കണ്ട് ഇന്നിങ്സ് തളരാതെ നോക്കി അവസാനം വരെ നിന്ന് 50 അടിക്കാൻ 48 പന്ത് എടുത്തെങ്കിലും അത് ഈ ഒരു വിക്കറ്റ് വീഴ്ചകളുടെ ഘട്ടത്തിലാണ്. അദ്ദേഹം നിന്ന ആ ഒരു ഉറച്ച പിന്തുണയുടെ ബലത്തിലാണ് അക്സറും പിന്നെ ദ്യൂബയും ഒക്കെ അടിച്ചത്. അവസാനം വരെ നിന്നിട്ട് ഒടുവിൽ അർദ്ധ സെഞ്ചുറിക്ക് ശേഷം വാഞ്ഞടിച്ച് ടോപ്പ് സ്കോററായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് കൊണ്ടുപോയ കിങ് കോഹ്ലിയുടെ പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അപ്പോ അങ്ങനെ 1, 2, 3 ആളുടെ പ്രകടനമോ അല്ലെങ്കിൽ 1, 2, 3 ഇൻസിഡന്റുകളോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കളി എങ്ങനെ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇതെല്ലാം ഈ വിജയത്തിന്റെ ചേരുവകളാണ്. ടീം വർക്കിൽ പൂത്ത വിജയമാണ് നമ്മൾ ബാർബഡോസിൽ കണ്ടത്. കെൻസിംഗ്ടൺ ഓവലില് ഇന്ത്യൻ ചുണക്കുട്ടികൾ കിരീടമുയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകില് എല്ലാവരും മെയ് മറന്ന് നായകൻ രോഹിത്തിന്റെ ആ ഒരു പുറകിൽ അണിനിരന്നത് കൊണ്ടാണ് ഈ കിരീടം നമ്മൾ സ്വന്തമാക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. 1, 2 ഇൻസിഡന്റുകളല്ല ഈ കളി വിജയം യാഥാർത്ഥ്യമാക്കി തന്നത്. രോഹിത് കളി കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ ഇത് ഇന്ന് ചെയ്തതല്ല, 3-4 വർഷക്കാലമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ അവസാന ഫലമാണിത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതെ, എല്ലാവരും കൂടി ചേർന്നെടുത്ത വിജയമാണിത്, പിടിച്ചെടുത്ത വിജയം. സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിൽ ആദ്യ കിരീടം സ്വപ്നം കണ്ടു, ആ മോഹം അങ്ങ് തകർത്തു കൊടുത്തില്ലേ. 7 റൺസിന്റെ വിജയം. വല്ലാത്തൊരു കംബാക്കാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കളി കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾ അത്തരത്തിൽ പ്രതികരിക്കാം. ഓരോ പ്രധാനപ്പെട്ട കളി കഴിയുമ്പോഴും നമ്മളിങ്ങനെ സമഗ്ര വിശകലനം നടത്താറുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കളി ഇനി ഏതാണ്? നമ്മുടെ ചുണക്കുട്ടികളെ ലോകം കീഴടക്കിയ കളി. അപ്പോൾ നിങ്ങൾക്കതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഈ കളിയുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. സമഗ്ര വിശകലനത്തിലേക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ നമ്മൾ കടക്കുകയാണ്. അപ്പം ഈ ഒരു മത്സരത്തിൽ ടീം ഇന്ത്യയുടെ 176-7 എന്നുള്ള ആ ഒരു പ്രകടനം വരുന്നു. ഇന്ത്യയുടെ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 176 റൺസ് അടിക്കുന്നു. മറുപടി ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്ക 20 ഓവറുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ 8 വിക്കറ്റിന് 169 റൺസിലേക്കാണ് എത്തിയിരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ 5 ഓവറുകളിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 30 റൺസ് മാത്രമാണ്. 6 വിക്കറ്റുകൾ അവരുടെ കയ്യിൽ ഇരുന്നിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. സൂര്യയുടെ ക്യാച്ച്, ബൗണ്ടറി ലൈനിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ക്യാച്ച്, അത് തീർച്ചയായിട്ടും ഇന്ത്യൻ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബുംറയുടെ അവസാനത്തെ ഇലക്ട്രിക് ആയിട്ടുള്ള ഫൈനൽ ഓവറുകൾ, ഹാർദിക് പാണ്ഡ്യയുടെ ഇന്ത്യക്ക് വേണ്ടി എടുത്ത ആ പ്രധാനപ്പെട്ട വിക്കറ്റുകൾ, ക്ലാസനെയും മില്ലറെയും മടക്കി വിട്ടത്. ഫൈനലി ഒരു ഡെക്കേഡിന് ശേഷം നമ്മൾ ICC ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു, കിരീടം ചൂടിയിരിക്കുന്നു. 5 ഓവറുകൾ പോകാനുള്ള ഘട്ടത്തിൽ, 5 ഓവർ കൂടി എറിയാനുള്ള ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക തീർച്ചയായിട്ടും പൊളിച്ചടുക്കിയായിരുന്നു. ഹെൻറിക് ക്ലാസൻ ഒരു പക്ഷേ ഇത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഹിറ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാസ്മരികമായ 6 ഹിറ്റിംഗ് പ്രകടനം സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിൽ ആദ്യ കിരീടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഒരു പതിറ്റാണ്ടായിട്ടുള്ള വേദന വീണ്ടും അനുഭവിക്കേണ്ടി വരുമോ എന്ന് നമുക്ക് തോന്നി. ഡേവിഡ് മില്ലറും ക്ലാസനും ചേർന്നുകൊണ്ട് അതിന് മുമ്പുള്ള 2 ഓവറുകളിൽ 38 റൺസാണ് അടിച്ചു കൂട്ടിയിരുന്നത്. കയ്യിൽ 6 വിക്കറ്റ് ശേഷിക്കുന്നു. ഇനി വേണ്ടത് 5 ഓവറുകളിൽ 30 റൺസ്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. ജസ്പ്രീത് ബുംറയെ തിരികെ വിളിച്ചു പന്തെറിയാൻ. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അവസാനത്തിലേക്ക് വെക്കേണ്ടതാണ്.
ഒരുപക്ഷെ 18ാമത്തെ ഓവറും 20ാമത്തെ ഓവറും ഒക്കെ അദ്ദേഹം എറിയേണ്ടതായിരുന്നു. പക്ഷെ അതിന് നിൽക്കാൻ സമയമില്ല. നേരത്തെ തന്നെ അദ്ദേഹം ബൂംറയെ തിരികെ വിളിച്ചു. ബൂംറ ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തില്ലെങ്കിലും റണ്ണ് തീരെ കൊടുക്കാതെയാണ് പന്തെറിഞ്ഞത്. അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ മില്ലറും ക്ലാസിനും ശ്രമിച്ചതുമില്ല എന്ന് പറയേണ്ടി വരും. ഒരു 4 റൺസ് മാത്രമാണ് ആ ഓവറിൽ അവർ എടുക്കുന്നത്. തൊട്ടടുത്ത ഓവറിന് ശേഷം 17ാമത്തെ ഓവറിലാണ് ആ ഒരു ബിഗ് ബ്ലോ യഥാർത്ഥത്തിൽ വരുന്നത്. ബിഗ് ബ്ലോ എന്ന് പറയുമ്പോൾ ഹെൻറിക് ക്ലാസന്റെ വിക്കറ്റ് എടുക്കുന്നു ഹാർദിക് പാണ്ഡ്യ. അത് എഡ്ജ് ചെയ്ത് പന്തിന്റെ കൈകളിലേക്ക്. അവിടെ സൗത്ത് ആഫ്രിക്കയുടെ മൊമെന്റം പൂർണ്ണമായിട്ടും നഷ്ടമാകുന്ന ഒരു കാഴ്ച. പക്ഷെ സ്റ്റിൽ മില്ലർ അവിടെ ഉണ്ടായിരുന്നു. മില്ലർക്ക് ആ ഓവറിൽ പിന്നീട് ബൗണ്ടറികളൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ബൂംറ തിരികെ വരുന്നു. സൂപ്പറായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ക്ലാസ് ഹെൻറിക്സിന്റെ കുറ്റി തെറിപ്പിച്ചില്ലേ, അതുപോലെ മാർക്കോ യെൻസനെ പറഞ്ഞു വിടുന്നു. അത് സൗത്ത് ആഫ്രിക്കയുടെ അവസാനത്തെ റെക്കഗ്നൈസ്ഡ് ബാറ്ററായിരുന്നു അവിടെ മടങ്ങിയത്. പിന്നെ കേശവ് മഹാരാജാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. അങ്ങനെ കാര്യങ്ങൾ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ 12 പന്തുകളിൽ നിന്ന് 20 റൺസ് എന്ന രൂപത്തിലേക്ക് എത്തുന്നു. അർഷ്ദീപ് ഒരു തരത്തിലുള്ള നെർവസ്നെസ്സും ഇല്ലാതെ മനോഹരമായിട്ട് 19ാമത്തെ ഓവർ ബൗൾ ചെയ്ത് തീർക്കുന്നു. സൗത്ത് ആഫ്രിക്ക ആ ഓവറിൽ വെറും 4 റൺസ് മാത്രമാണ് എടുക്കുന്നത്. അങ്ങനെ അവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഫൈനൽ ഓവറിൽ വേണ്ടത് 16 റൺസ് ആയിരുന്നല്ലോ. 16 റൺസ് വേണം. ഡേവിഡ് മില്ലർ ക്രീസിലുണ്ട്. പക്ഷേ മില്ലറെ പറഞ്ഞു വിടാനെടുത്ത ക്യാച്ച്, ഹാർദിക് പാണ്ഡ്യയുടെ പന്ത് യഥാർത്ഥത്തിൽ അതൊരു മിസ്സിറ്റ് ആണ്. ഫുള്ളി അദ്ദേഹം കണക്ട് ചെയ്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വൈഡ് ഫുൾ ടോസ് വരുന്നു. അത് ഫുള്ളി കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സൂര്യകുമാർ മനോഹരമായിട്ട് ആ ക്യാച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്ത് ഇന്ത്യ കളി പൂർണ്ണമായിട്ടും വരുതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ കാര്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇന്ത്യ കളി പിടിച്ചു കഴിഞ്ഞു. പിന്നെ റബാദക്കും അതുപോലെ തന്നെ കേശവ് മഹാരാജിനും ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 13 വർഷക്കാലത്തെ നമ്മുടെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ച് കിരീടത്തിലേക്ക് നമ്മൾ കയറിപ്പോയ നിമിഷങ്ങളാണത്. എന്തായാലും ഇതിൽ നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ബൂംറയുടെ സ്പെക്ടാക്കുലർ ഫൈനൽ ഷോയിങ് ആണ്. ബാർബഡോസിലെ ഫ്ലാറ്റ് ട്രാക്കിലാണ് ആ പ്രകടനം എന്ന് നോക്കണം. അൺപ്ലേയബിൾ ആയിട്ടുള്ള 2 പന്തുകൾ അദ്ദേഹം പറഞ്ഞു. 2 വിക്കറ്റുകളും അദ്ദേഹം ആ പന്തുകളിൽ നിന്ന് പിഴുതെടുത്തു. ഒന്ന് അവരുടെ ആദ്യ വിക്കറ്റ് ഹെൻറിക്സിന്റെ കുറ്റി തെറിപ്പിച്ചത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു തുടക്കം കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ അവർ പിടിക്കുമായിരുന്നു എന്ന് തോന്നിച്ച ഘട്ടമാണത്. എന്നാൽ തുടക്കത്തിൽ അവരുടെ വിക്കറ്റ് റീസ ഹെൻറിക്കിന്റെ കുറ്റി തെറിപ്പിച്ചുകൊണ്ട് ബൂംറ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കി തുടക്കത്തിൽ മാറ്റുന്നു. 5 റൺസാണ് ഫസ്റ്റ് ഓവറിൽ അദ്ദേഹം ആകെ വിട്ടുകൊടുക്കുന്നത്. 8 റൺസാണ് അദ്ദേഹം പിന്നീട് അവസാനം വിട്ടുകൊടുക്കുന്ന അടുത്ത ഓവറുകളിലൊക്കെ ആയിട്ട് വിട്ടുകൊടുക്കുന്നത്. പിന്നീട് അവസാനത്തെ ഓവറുകൾ എറിയാൻ വേണ്ടി അദ്ദേഹം വരികയും ചെയ്തു. സോ മനോഹരമായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിഗർ അവസാനം 2 ഓവറിൽ 2 വിക്കറ്റിന് 18 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി 4 ഓവറുകളിൽ. സോ ഫൈനലിലെ ആ ഒരു ബോളിംഗ്, ഇത് ഫൈനലിലാണ് നടത്തുന്നത് എന്ന കാര്യം കൂടി നോക്കണം. ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബോളർ ആരാണെന്ന് ചോദിച്ചാൽ ഈ ഫോർമാറ്റിൽ തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ദെൻ അർഷ്ദീപിനെ നമ്മൾ കാണാതെ പോരുത്. അദ്ദേഹത്തിന്റെ റോൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചൊരു കളിയാണ്. 2 വിക്കറ്റ് അദ്ദേഹം 20 റൺസിന് 2 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ 2 പവർ പ്ലേ ഓവറുകളിൽ 8 റൺസ് മാത്രമാണ് പോയത്. ദെൻ അദ്ദേഹം എയ്ഡൻ മൾക്രമിന്റെ ഇമ്പോർട്ടന്റ് വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ മിഡിൽ ഓവറുകളിൽ അദ്ദേഹം QDKയെ പറഞ്ഞു വിട്ട കാര്യം കൂടി നമ്മൾ എടുത്തു നോക്കണം. കാരണം QDK തുടക്കത്തിൽ ഒന്ന് പതിയെ, അതായത് ഹെൻറിക്സിന്റെ വിക്കറ്റ്, മൾക്രമിന്റെ വിക്കറ്റ് ഒക്കെ പോയതിനു ശേഷം പതിയെ പോയിട്ട് പിന്നീട് അദ്ദേഹം കളി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള 19ാമത്തെ ഓവർ അർഷ്ദീപിന്റെ, അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഓവറിൽ റണ്ണ് പോയിരുന്നെങ്കിൽ കളി കഴിഞ്ഞനെ. അദ്ദേഹം മില്ലർക്കെതിരെ 2 പന്തുകൾ എറിഞ്ഞു. അതിൽ 3 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ബാക്കി പന്തുകൾ മഹാരാജായിരുന്നല്ലോ സ്ട്രൈക്കിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ മില്ലർ ഒരു 2 അല്ലെങ്കിൽ 1-2 വിക്കറ്റുകളിലേക്ക് പോയിരുന്നെങ്കിൽ കളി 19ാമത്തെ ഓവർ, എപ്പോഴും പെനൽറ്റിമേറ്റ് ഓവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നെർവസ്നെസ് ആയിട്ട് പന്തെറിഞ്ഞു എന്നുള്ളതിന് അർഷ്ദീപിനും നമ്മൾ കൈയടിക്കേണ്ടതുണ്ട്. ദെൻ ഈ കളിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പിന്നേഴ്സ് ഇന്ത്യക്ക് വേണ്ടി അത്ര മികച്ചൊരു പ്രകടനം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്.
അവരുടെ കളക്റ്റീവായിട്ടുള്ള 9 ഓവറുകളിൽ വന്നിട്ടുള്ളത് 106 റൺസാണ്. അവിടെ നിന്നാണ് ഈ പേസേഴ്സ് അവസാനം കളി തിരികെ പിടിച്ചത്. ഹെൻറി ക്ലാസിന്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയണം. ടൂർണമെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹിറ്റ് നമ്മൾ കണ്ടു. കുൽദീപ് യാദവിന്റെ ആ ഗൂഗ്ലി അദ്ദേഹം എടുത്ത് കവർ ബൗണ്ടറിയിലേക്ക് സിക്സർ അടിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നത് അക്സർ പട്ടേലിനായിരുന്നു. ആ റൂഫിലേക്കൊക്കെ അടിച്ച സിക്സറൊക്കെ ആ രൂപത്തിൽ ഇന്ത്യയെ തളർത്തി കളഞ്ഞു എന്ന് തോന്നിച്ചതാണ്. ഇന്ത്യൻ സ്പിന്നേഴ്സിന് അവർ നന്നായിട്ട് ആഞ്ഞടിച്ചു എന്നുള്ളത് ശരിയാണ്. 23 പന്തിൽ നിന്നാണ് ക്ലാസിന്റെ അർദ്ധ സെഞ്ചുറി വന്നത്. അത് T20 വേൾഡ് കപ്പിലെ ഫാസ്റ്റസ്റ്റ് എവർ ആണ് എന്ന കാര്യം കൂടി നോക്കുക. സൗത്ത് ആഫ്രിക്ക ആ ഒരു ഘട്ടത്തില് കിരീടം സ്വപ്നം കണ്ടിരുന്നു പൂർണ്ണമായിട്ടും. പക്ഷെ പിന്നീട് ക്ലാസിൽ പോയതിനു ശേഷം ഇന്റൻഷനലി അവർക്ക് ഒരു ബൗണ്ടറി നേടാൻ പറ്റിയിട്ടില്ല. റബാദയുടെ ഔട്ട്സൈഡ് എഡ്ജ് ചെയ്ത് പോയ ബൗണ്ടറി ഒഴികെ പിന്നൊരു ബൗണ്ടറി അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ക്ലാസിന്റെ വിക്കറ്റ് ഈ കളിയിൽ അതിനിർണായകമായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. ദെൻ കോഹ്ലിയുടെ പ്രകടനം, ബാറ്റിംഗ് പ്രകടനം നമ്മളൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല. വിരാട് കോഹ്ലി 59 പന്തിൽ നിന്ന് 79 റൺസാണ് എടുത്തത്. അതാണ് നമുക്ക് ടൈറ്റിലായിട്ട് അങ്ങനെ പറയാം. പക്ഷെ അത് അത്ര സ്മൂത്ത് ആയിട്ട് അദ്ദേഹം എളുപ്പത്തിൽ എടുത്തതല്ല എന്ന കാര്യം കൂടെ നോക്കുക. 4ാമത്തെ ഓവർ മുതൽ അദ്ദേഹം 4ാമത്തെ ഓവറിലാണ് ഒരു ബൗണ്ടറി അടിച്ചത്. പിന്നെ 18ാമത്തെ ഓവർ വരെ കോഹ്ലി 35 ബോളുകൾ ഫേസ് ചെയ്തിട്ട് 29 റൺസാണ് അടിച്ചത്, നോ ബൗണ്ടറീസ്. അപ്പം അദ്ദേഹം 50ലേക്ക് എത്തുമ്പോൾ 48 ഡെലിവറീസ് അദ്ദേഹം എടുത്ത് കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ODI മിഡിൽ ഓവറുകളിൽ ബാറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ വിമർശകർക്ക് ചിലത് പറയാനുണ്ടാവും. ഈ ഇന്നിങ്സ് അൺഅംബീഷ്യസ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു, ആക്ച്വലി അത് ഇന്ത്യക്ക് ഹാം ചെയ്ത ഇന്നിങ്സ് ആയിരുന്നു എന്ന തരത്തിൽ ചിലർ പറയാം. അതുകൊണ്ടാണ് ഇത്ര ടൈറ്റ് ആയതെന്നൊക്കെ. പക്ഷെ അവിടെ അതിനൊരു മറുവശമുണ്ട്, ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് നമുക്ക് പറയാനുണ്ട്. നോക്കുക, കോഹ്ലി സൂര്യകുമാർ യാദവ് ഔട്ടാവുന്ന ഘട്ടത്തിൽ 3ാമത്തെ വിക്കറ്റ് പോകുന്ന ഘട്ടത്തിൽ 16 പന്തിൽ 22 റൺസ് എടുത്ത് മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 3ാമത്തെ വിക്കറ്റ് വീണിരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് അദ്ദേഹം കാര്യങ്ങൾ കാത്തു. അതിന്റെ ബലത്തിലാണ് അക്സർ നമ്പർ 5 വന്നിട്ട് ആഞ്ഞടിക്കുന്നത്. ശിവൻ ദ്യൂബ് പിന്നീട് തന്റെ ഹിറ്റിംഗ് നടത്തുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ 2 ബാറ്റർമാർക്കൊപ്പമുള്ള സ്റ്റാൻഡിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയുടെ ഇന്നിങ്സിൽ. 54 പന്തിൽ നിന്ന് 72 റൺസാണ് അക്സറിനൊപ്പം കോഹ്ലിയുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 31 പന്തിൽ 47 അക്സർ അടിച്ചത്. അക്സർ പിന്നീട് QDKയുടെ ഒരു ബ്രില്യൻ ത്രോയിൽ റൺഔട്ട് ആവുകയായിരുന്നു. ദ്യൂബക്കൊപ്പം 33 പന്തിൽ 57 റൺസ് വന്നു. അതിൽ ദ്യൂബെ 13 പന്തിൽ 22 അടിച്ചത്. സോ അതാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് ഫോം ചെയ്തത്. ആ 2 കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ടാണ് 176-7 എന്ന രൂപത്തിലേക്ക് ടീം ഇന്ത്യ എത്തിയത് വേൾഡ് കപ്പിന്റെ ഫൈനലില്. അപ്പം കോഹ്ലിയുടെ മെല്ലപ്പോക്ക് എന്ന രൂപത്തിൽ അതിനെ വിമർശിക്കേണ്ടതില്ല. അദ്ദേഹം ഒരു ഭാഗത്ത് കാര്യങ്ങൾ സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ട് തന്നെയാണ് വിക്കറ്റുകൾ തുടരെ വീണ് കാര്യം കൈവിട്ടു പോകുന്നത് ഒഴിവാക്കിയത്. മഹാരാജ് തുടക്കത്തിലെ ഇന്ത്യയുടെ പ്രധാന ബാറ്റർമാരെ മടക്കിക്കൊണ്ട് വെല്ലുവിളി ഉയർത്തിയെടുത്ത് നിന്ന് കാര്യങ്ങൾ തകർന്നു പോവില്ല എന്ന് ഉറപ്പാക്കിയ കിങ് കോഹ്ലി തീർച്ചയായിട്ടും ഈ ഒരു പ്രകടനത്തിന് മാൻ ഓഫ് ദി മാച്ച് അർഹിക്കുന്നുണ്ടായിരുന്നു. ദെൻ സൗത്ത് ആഫ്രിക്ക സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് തോന്നിച്ചിടത്ത് നിന്ന് നമ്മൾ കളി തിരികെ പിടിച്ചു. അതിൽ ഈ ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ സമയത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കേശവ് മഹാരാജ് തുടക്കത്തിലെ 2 വിക്കറ്റുകൾ, പിന്നെ റബാദ സൂര്യകുമാർ യാദവിനെ പറഞ്ഞു വിടുന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഡേഞ്ചറസ് ഹിറ്റേഴ്സിനെയാണ് ആ ഘട്ടത്തിൽ പറഞ്ഞു വിട്ടെന്ന് നോക്കണം. രോഹിത്, പന്ത്, സൂര്യ കളി കയ്യിലിരുന്നതാണ്. അവിടെ നിന്നാണ് അക്സർ വന്നിട്ട് അങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ചത്. സോ യഥാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്ക കയ്യിൽ കിട്ടിയ കളി അവിടെ മുതൽ കൈവിട്ട് തുടങ്ങിയതാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നാൽ അതിനുശേഷം 2 ഘട്ടങ്ങളാണ്. ഒന്ന്, അവിടെ നിന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയെ പൂർണ്ണമായിട്ടും സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. പിന്നെ അവസാന ഘട്ടത്തിൽ 5 ഓവറുകളിൽ 30 റൺസ് മതി, വേണ്ട 4 ഓവറിൽ 26 റൺസ് മതി, എന്നിട്ട് അവർ കളി കൈവിട്ടു. അപ്പൊ ഈ 2 ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക സ്വയം കളി കൈവിട്ടുപോ എന്നൊരു ചോദ്യമുണ്ട്. ഡിഡ് സൗത്ത് ആഫ്രിക്ക ചോക്ക് എന്നൊരു ചോദ്യമുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ബിഗ് മാച്ചുകളിലെ കാലിഡറിൽ ഒരിക്കൽ കൂടി സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് അവിടെ പറയേണ്ടി വരും. എന്നാൽ നമ്മൾ സ്കോർ കാർഡ് കൂടി ഒന്ന് വിശദമായിട്ട് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 176 റൺസ് എടുത്തു. അതിൽ നമ്മൾ പറഞ്ഞല്ലോ, രോഹിത് ശർമ്മ കേശവ് മഹാരാജിനെ പവർ പ്ലേയിൽ അവർ ഉപയോഗപ്പെടുത്തിയപ്പോൾ
രോഹിത് ശർമ്മയും പന്തും മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ കളിക്ക് മുമ്പ് നടത്തിയ ടാക്ടിക്കൽ ബോർഡ് വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. കേശവ് മഹാരാജിനെ അവർ പവർ പ്ലേയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന്. അത് തന്നെയാണ് നടന്നത്. കേശവ് മഹാരാജ് തുടക്കത്തിൽ തന്നെ വലിയ ബ്ലോ ഏൽപ്പിച്ചു. 5 പന്തുകളിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 9 റൺസ് എടുത്ത രോഹിത് മടങ്ങി. അതേസമയം ഋഷഭ് പന്ത് ഡക്കാവുന്നു. കേശവ് മഹാരാജിന്റെ പന്തിൽ ഡീകോക്ക് പിടിച്ച് ഋഷഭ് പന്ത് ഡക്കാവുന്നു. റബാദ സൂര്യകുമാർ യാദവിനെ ക്ലാസന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. 3 റൺസാണ് സൂര്യ എടുത്തിരുന്നത്. സോ ഇന്ത്യ തകരുന്നു എന്ന തോന്നൽ തുടക്കത്തിലുണ്ടായി. അതേസമയം മറുഭാഗത്ത് കോഹ്ലി നമ്മൾ കണ്ടല്ലോ, യെൻസന്റെ ആദ്യ ഓവർ യഥാർത്ഥത്തിൽ അത് ഫുൾ ഓവർ പിച്ചത് പന്തുകൾ അദ്ദേഹം അടി വാങ്ങാൻ എറിഞ്ഞ പോലെ അത് ആർക്കാണ് എറിയുന്നത്? കോഹ്ലിക്ക്. കോഹ്ലി മനോഹരമായിട്ട് ബൗണ്ടറികൾ അടിച്ചുകൊണ്ട് തുടങ്ങുന്ന കാഴ്ച ആദ്യ ഓവറിൽ നമ്മൾ കണ്ടു. പക്ഷെ ഈ പറഞ്ഞ പോലെ വിക്കറ്റുകൾ വീണപ്പോൾ പിന്നെ കോഹ്ലി പതിയെ കളിക്കാൻ തുടങ്ങി. അക്സർ പട്ടേൽ 31 പന്തിൽ 47 റൺസാണ്. മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 4 സിക്സറുകൾ, 1 ഫോറും. ഇതാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. അദ്ദേഹത്തെ QDK റൺഔട്ട് ആക്കുകയായിരുന്നു. ഒരു വൈഡ് അല്ലെങ്കിൽ ലെഗ് സൈഡിലേക്ക് പോയൊരു പന്ത്, അത് ഹിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അത് കീപ്പറുടെ കയ്യിലേക്ക് പോയ പന്താണ്. വളരെ ലേസി ആയിട്ട് മുന്നോട്ട് കയറിയിട്ട് ലേസി ആയിട്ടാണ് ടേൺ ചെയ്യുന്നത് അക്സർ. അത് ത്രോ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അത് റിയലൈസ് ചെയ്ത് വന്നപ്പോഴേക്കും പന്ത് എറിഞ്ഞു, സ്റ്റമ്പിൽ കുളിച്ചു, QDK റൺഔട്ട് ആക്കുകയായിരുന്നു. ഡ്യൂബെ 16 പന്തുകളിൽ 27 റൺസാണ് എടുത്തത്. 3 ഫോറും 1 സിക്സറും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫൈനലിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സംഭാവന നമ്മൾ എടുത്തു പറയണം. കിങ് കോഹ്ലി 59 പന്തുകളിൽ 6 ഫോറും 2 സിക്സറും അടക്കം 76 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ സ്കോർ 176 എന്ന രൂപത്തിലേക്ക് എത്തുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ബൗളിംഗിൽ മാർക്കോ യെൻസൻ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 49 റൺസ്, 1 വിക്കറ്റ്. കേശവ് മഹാരാജിന്റെ പ്രകടനം എടുത്തു പറയണം. 3 ഓവറിൽ 23-ന് 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അൻഡ്രിക് നോർക്കിയ 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. റബാദ 4 ഓവറിൽ 36 റൺസിന് 1 വിക്കറ്റ്. തബരീഷ് ഷംസി 3 ഓവറിൽ 26 റൺസാണ് വിട്ടുകൊടുത്തത്. മറുപടി ബാറ്റിംഗില് റീസ ഹെൻഡ്രിക്സ് തുടക്കത്തിൽ പോയി. അത് ബൂമറയുടെ ഒരു മാസ്റ്റർ ക്ലാസ് അൺപ്ലേയബിൾ ഡെലിവറി ആയിരുന്നു. സ്റ്റെമ്പിളക്കി കളഞ്ഞു. ഒരു ഔട്ട് സിംഗർ അദ്ദേഹത്തിന്റെ ഓഫ് സ്റ്റെപ്പ് ഇളക്കുകയായിരുന്നു. 5 പന്തിൽ നിന്ന് 4 റൺസാണ് അദ്ദേഹം എടുത്തത്. ദെൻ QDKക്കൊപ്പം മർക്കം വന്നു മടങ്ങി. ഹർഷ്ദീപ് സിംഗിന്റെ പന്തിൽ പന്ത് പിടിച്ചു പോകുന്നു. ഒരു ഏതാണ്ട് പുറത്തേക്ക് പോയ വൈഡായിട്ട് പോയ ഓഫ് സ്റ്റെപ്പിൽ വളരെ വെളിയിൽ പോയ ഒരു പന്ത് എഡ്ജ് ചെയ്ത് പോവുകയായിരുന്നു. അത് വിക്കറ്റ് കീപ്പർ പിടിച്ചു. 4 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു സംഭാവന. ട്രിസ്റ്റൻ സ്റ്റബ്സും QDKയും ചേർന്നുകൊണ്ട് കളി പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കവെയാണ് അക്സർ പട്ടേല് പറഞ്ഞു വിടുന്നത്. ട്രിസ്റ്റൻ സ്റ്റബ്സിനെ ബൗൾഡ് ആക്കുന്നത്. 21 പന്തിൽ നിന്ന് 31 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. പിന്നെ ആൻഡ്രിക് ക്ലാസനും QDKയും ചേർന്നുകൊണ്ടുള്ള വെടിക്കെട്ട്. പക്ഷെ QDK കളി പിടിക്കാനുള്ള ശ്രമത്തിൽ അർഷ്ദീപിന്റെ പന്തിൽ കുൽദീപ് യാദവ് പിടിച്ച് പുറത്താവുകയായിരുന്നു. 31 പന്തിൽ നിന്ന് 39 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ഡേവിഡ് മില്ലറും ക്ലാസനും ചേർന്നുകൊണ്ട് കളി കൊണ്ടുപോകും എന്ന് തോന്നിച്ചിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ ആ ഒരു ബ്ലോ ഏൽപ്പിക്കുന്നത്. ഹെൻറിക് ക്ലാസനെ ഋഷഭ് പന്തിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. 27 പന്തിൽ നിന്ന് 2 ഫോറും 5 സിക്സറും അടക്കം 52 റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി. പിന്നെ മാർക്കോ യെൻസനെ ബൗൾഡാക്കി ജസ്പ്രീത് ബുംറ. 2 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. കേശവ് മഹാരാജും ഡേവിഡ് മില്ലറും ക്രീസിൽ അവസാന ഘട്ടത്തില് മില്ലറെ ആ ഒരു കിടിലൻ ക്യാച്ചിലൂടെ സൂര്യ പറഞ്ഞു വിടുന്നു. 17 പന്തിൽ നിന്ന് 21 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. 1 ഫോറും 1 സിക്സറുമാണ് അദ്ദേഹം നേടിയിരുന്നത്. റബാദ 4 റൺസ് എടുത്തു. പാണ്ഡ്യയാണ് പറഞ്ഞു വിടുന്നത്. കളി അവസാനിക്കുമ്പോൾ അവർക്ക് 169 റൺസിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ ബൗളിംഗ് നോക്കുക. അർഷ്ദീപ് 4 ഓവറിൽ 20-ന് 2, ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 18-ന് 2. അങ്ങനെ സ്പിന്നർമാർക്ക് അടി കിട്ടിയെങ്കിലും പേസർമാർ കളി പിടിക്കുന്നു. ഹാർദിക്ക് 3 ഓവറിൽ 20-ന് 3 വിക്കറ്റ്. സോ തകർപ്പൻ പ്രകടനം ടീം ഇന്ത്യ നടത്തി ഈ വിജയം പിടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഈ കളിയിലെ ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.